മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിനടുത്തുള്ള ഒരു വിദ്യാലയത്തില് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകി എന്ന് സംശയിക്കുന്ന അതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ച് ജുവനൈൽ ഹോമിലാണ്. എന്തുകൊണ്ടാണ് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിനിക്ക് തന്റെ ജീവിതം അതിക്രൂരമായ ആക്രമണത്തിനിരയായി നഷ്ടപ്പെടുത്തേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി, സ്കൂൾ മേറ്റ് ഇങ്ങനെയുള്ള ഒരു കൊടുംകുറ്റം ചെയ്തത്? വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് കൗമാരക്കാർക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്നത്? നാം ഇത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. വാസ്തവത്തില് വിദ്യാർത്ഥികള് രാവിലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി അല്ലെങ്കിൽ 5 മണി വരെയൊക്കെ പലപ്പോഴും സ്കൂളിന്റെ ഭാഗമാണ്. ഈ സമയത്ത് ഇവരുടെ ജീവിതത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്നത് അധ്യാപകർക്കാണ്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തില്, അധ്യാപകർക്ക് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. അവർ ഉപയോഗിക്കേണ്ട പദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ അഡ്വൈസ് ചെയ്യേണ്ട രീതി, അല്ലെങ്കിൽ ഇവരെ സമീപിക്കേണ്ട രീതി, ഇതിനെല്ലാം ചില ലിമിറ്റേഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ അല്ലെങ്കിൽ ക്രൂഷ്യൽ റോൾ നിർവഹിക്കേണ്ട അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപക സമൂഹം നിസ്സഹായരായി ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ മൊബൈൽ ഫോൺ കുട്ടികൾ കൊണ്ടുവരുന്നു, അത് ഏതെങ്കിലും ഒരു അധ്യാപകർ അത് പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ അതിൽ അഡ്വൈസ് ചെയ്തു, ശാസിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒരു കാര്യത്തിന് വിദ്യാർത്ഥിയെ ശാസിച്ചാൽ ഉടനെ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ അപൂർവം ചില രക്ഷിതാക്കളെങ്കിലും ബാലാവകാശ കമ്മീഷനെ സമീപിക്കുകയും അതേപോലെ വിദ്യാഭ്യാസ വകുപ്പും മറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അധ്യാപകർക്കെതിരായി നിലകൊള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. ഉദാഹരണത്തിന്, 3 കുട്ടികൾ തമ്മിൽ പരസ്പരം അവര് തുപ്പിയതിന്റെ പേരിൽ ഒരു അധ്യാപകൻ ആ 3 കുട്ടികൾക്കും ഓരോ ചെറിയ തല്ല് കൊടുത്തു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഹൈക്കോടതി വരെ പോവേണ്ടി വന്നു. കാരണം മാതാപിതാക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ ഭാഗം നിന്നുകൊണ്ട് അധ്യാപകർക്കെതിരെ അല്ലെങ്കിൽ അധ്യാപക സമൂഹത്തിനെതിരെ നീങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ 100% ആളുകളും സമൂഹത്തെക്കുറിച്ച് വളരെയധികം വറീഡ് ആയിട്ടുള്ള, കൺസേൺഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ, കൗമാര പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള അക്രമങ്ങൾക്കൊക്കെ വിധേയരാകേണ്ടി വരുന്ന നിസ്സഹായരായിട്ടുള്ള ബാല്യങ്ങള്, ഇത് ചെയ്തു കൂട്ടുന്ന ക്രിമിനൽ മൈൻഡ് രൂപപ്പെടുന്ന കൗമാരക്കാര്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ രൂപപ്പെടുന്നത്? അതായത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിലുള്ളത് കേരളത്തിലാണെന്നാണ്. ഈ റേറ്റിംഗ് ഒക്കെ ഉള്ളപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അതിദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു? ഇതിനെ നമുക്ക് ഒറ്റപ്പെട്ട സംഭവമായി കാണാനാവില്ല. വാസ്തവത്തിൽ ഇതില് രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥി സമൂഹം എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമാണുള്ളത്. ഇത് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടാവണം. കുട്ടികളെ അവരുടെ പഠനകാലത്ത് മോൾഡ് ചെയ്ത് നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കാനായിട്ട് അധ്യാപകർക്ക് പൂർണ്ണ പിന്തുണയും അല്ലെങ്കിൽ അതിനുള്ള സ്പേസും സൃഷ്ടിക്കേണ്ടത് വളരെ പുരോഗമനപരമായിട്ട് അല്ലെങ്കിൽ ഒരു ആധുനികമായി ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ടതാണ്. അധ്യാപകരെ കൊച്ചുവിലിങ്ങിടുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സക്രിയമായി ഇടപെടാനും ഇതിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യാനുമുള്ള സ്പേസ് തുറന്നിടേണ്ടത് ആവശ്യമാണ്. അതിനുള്ള എല്ലാ സഹകരണവും വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുള്ള സ്ട്രാറ്റജികൾ തയ്യാറാക്കേണ്ടതാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല. അല്ലാതെ നമ്മൾ അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് കുറെ കുട്ടികൾ പാസ് ഔട്ട് ആവുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ? അവർക്ക് വാല്യൂസ് ഇല്ലെങ്കിൽ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇതുപോലെയുള്ള വിപത്തുകളെ ഭാവിയിൽ നേരിടേണ്ടി വരും. ആർക്കും ഇങ്ങനെയുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ചെയ്യേണ്ടതായി വരാൻ നമ്മൾ ഫേസ് ചെയ്യുന്ന അവസരത്തിൽ ആർക്കാണോ നഷ്ടമുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏത് കുടുംബവുമായി ബന്ധപ്പെട്ടാണോ ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത്, അവർക്ക് മാത്രമായിരിക്കും ആ നഷ്ടം. അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഗവൺമെന്റ് വളരെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിനനുസരിച്ച് വിദ്യാലയ അന്തരീക്ഷത്തില് അധ്യാപകർക്ക് ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, അല്ലെങ്കിൽ നാം ഇനിയും ഇതുപോലെയുള്ള ദുർവിധികൾക്ക് സാക്ഷികളാകേണ്ടി വരും. നന്ദി, നമസ്കാരം.